പേടിയെന്ന് വരാം. പക്ഷേ കൈരളിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിങ്ങൾ വന്നതിന് ശേഷമാണ് ഒരു പക്ഷേ ഒരു ചെയർമാന്റെ ശക്തി എനിക്ക് പ്രകടിപ്പിക്കാനോ ശക്തി എനിക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചെയർമാന്റെ സാന്നിധ്യം പ്രാധാന്യം ചെയർമാന്റെ പ്രത്യേകത അല്ലെങ്കിൽ ചെയർമാന്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ബോധ്യമായത്. തീർച്ചയായിട്ടും ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു കോർപ്പറേറ്റ് മേധാവി ആയി തീരാൻ എന്നെ സഹായിച്ചതിന് ഈ അവസരത്തിൽ ഒരിക്കൽ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ മമ്മൂട്ടി ഒരു കാര്യം കൂടി, ബഹുമാനപ്പെട്ട TR അജയൻ ഇപ്പോൾ നമ്മളൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹം പുതിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടറായി കഴിഞ്ഞ 10 വർഷക്കാലം കൈരളിയെ ഡയറക്ടർ ബോർഡ് അംഗമായി നയിച്ചതാണ്. അദ്ദേഹത്തോട് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ? കൈരളിയെ സംബന്ധിച്ചിടത്തോളം അജയൻ ഒരു പുതിയ ആളല്ല. അജയന്റെ ഉത്തരവാദിത്വം മുഴുവൻ മാറിയെന്നുള്ളത്, അജയന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൂടിയെന്നുള്ളത്. അജയന്റെ ശരിക്കും കൈരളിയുടെ ഈ ബ്രിട്ടാസിന്റെ സാന്നിധ്യത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ അജയനെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അജയനെ കുറിച്ചുള്ള പരിപൂർണമായ ബോധ്യവും വിശ്വാസവും ഉള്ളത് കൊണ്ടാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അജയനെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറായി കേരള ഗവൺമെന്റ് സർവീസിൽ വളരെ സുദീർഘമായ സേവനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. കൈരളിയുടെ ആദ്യകാലത്തെ ഡയറക്ടറാണ്, കൈരളിയുടെ പ്രൊമോട്ടേഴ്സിൽ ഒരാളാണ് അജയൻ. തീർച്ചയായിട്ടും അജയൻ ഒരു എഞ്ചിനീയർ മാത്രമല്ല, ഈ സാധാരണ എഞ്ചിനീയർമാരിൽ ഒരു കലാകാരൻ കൂടിയാണ് അജയൻ. അദ്ദേഹത്തിന്റെ കലാഹൃദയമാണ് ഒരുപക്ഷെ ഇങ്ങനൊരു സംരംഭത്തിൽ ഇറങ്ങുമ്പോൾ ഇതുമായി സഹകരിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാലക്കാട്ടെ ഉള്ള എല്ലാ കലാരംഗങ്ങളിലും എല്ലാ രംഗങ്ങളും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ശ്രമവും അദ്ദേഹത്തിന്റെ പ്രാധാന്യവും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പാലക്കാട് സിനിമ, സാംസ്കാരിക, സാങ്കേതിക നാടകരംഗത്തൊക്കെ അദ്ദേഹത്തിനുള്ള സ്വാധീനം, അദ്ദേഹത്തിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തീർച്ചയായിട്ടും കൈരളിയുടെ സഹായത്തോട് കൂടി തന്നെയാണെങ്കിൽ പോലും അദ്ദേഹം വളരെ സുദീർഘമായി നടത്തിയിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല, ഇത് കൈരളിയുടെ പ്രോഗ്രാമിന്റെയും കൈരളിയുടെ മാർക്കറ്റിങ്ങിന്റെയും ഇതുവരെ അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രിട്ടാസ് എന്റെ അസാന്നിധ്യത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ അജയനെ ഏൽപ്പിക്കാൻ ഡയറക്ടർ ബോർഡിനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് അജയനെ സംബന്ധിച്ചിടത്തോളം അജയന് ഞങ്ങളൊരു സ്വാഗതമല്ല, അജയനൊരു നിർദ്ദേശം മാത്രമാണ് നൽകി അജയൻ ഇതൊന്നും നോക്കി നടത്തുക. തീർച്ചയായിട്ടും അദ്ദേഹം അതുകൊണ്ട് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ആ ഉത്തരവാദിത്വം അദ്ദേഹം പൂർണ്ണമായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും ശ്രമിച്ച് അത് പൂർത്തീകരിക്കുന്ന ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അജയനെ ഏൽപ്പിച്ചത്. അജയന്റെ കഴിവുകളെക്കുറിച്ചും അജയന്റെ മറ്റു തരത്തിലുള്ള പ്രാക്ടീസുകളെ കുറിച്ചൊക്കെ എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ ശ്രീ മമ്മൂട്ടി, ചെയർമാൻ എന്ന നിലയിൽ തന്നെയാണ് താങ്കളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളിക്ക് താല്പര്യമുള്ള ഒരു മാധ്യമം എന്ന നിലയിലായിരിക്കാം കൈരളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വലിയ വാർത്തയാവുകയും ഒപ്പം തന്നെ ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയാവുകയും ഒട്ടേറെ ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും ചെയ്യാറുണ്ട്. കൈരളിയുടെ തുടർച്ച തൊട്ടേ തന്നെ നമുക്ക് അത് കാണാൻ കഴിയും. ഇപ്പോൾ ഒടുവിൽ MD വളരെ സൗഹാർദ്ദപരമായി സ്ഥാനമൊഴിയുമ്പോഴും ഒട്ടേറെ ഊഹാപോഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. അത് തന്നെയാണ് കൈരളിയുടെ പ്രാധാന്യം. കൈരളി മറ്റു മാധ്യമങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൈരളിയുടെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ നീക്കങ്ങളും, എല്ലാ ഔദ്യോഗിക മാറ്റങ്ങൾ പോലും അല്ലെങ്കിൽ കൈരളിയുടെ പരിപാടികളും കൈരളിയുടെ പ്രാധാന്യവും കൈരളിയുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും എപ്പോഴും ലോക ശ്രദ്ധയെ ആകർഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സംസ്കാരത്തിന്റെ പ്രതീകമാണ് കൈരളി. കൈരളിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ച് മാത്രമേ ജനങ്ങൾക്ക് ആകാംക്ഷയുള്ളൂ, ഉത്കണ്ഠയുള്ളൂ, ആവലാതിയുള്ളൂ, വേവലാതിയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും കൈരളി മലയാള സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. കൈരളി എന്ന് പറയുന്നത് മലയാള സംസ്കാരമാണ്. നമ്മൾ വെറുതെ അല്ല ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചാനൽ എന്ന് പറയുന്നത്. ശ്രീ മമ്മൂട്ടി, ഒരു പക്ഷേ ഇത്രയേറെ താല്പര്യത്തോടെ മലയാളി വീക്ഷിക്കുന്ന, അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന പ്രസ്ഥാനത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആശങ്കകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ ചെറിയ ലെവലിലെങ്കിലും അവരെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. അവരോട് പറയാനുള്ളത് താങ്കൾക്ക് എന്താണ്? അങ്ങനെ ഒരു അസ്വസ്ഥതയുടെ ആവശ്യമില്ല. അത് ഒരുപക്ഷെ കൈരളിയുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർ, കൈരളിയുടെ നിലപാടുകളെ കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് മാത്രം പരത്തുന്ന ചെറിയ വേണമെങ്കിൽ ചെറിയ വാർത്തകൾ മാത്രമാണ്. അതിനെക്കുറിച്ച് ഒന്നും കൈരളി പ്രേക്ഷകരോ കൈരളിയുടെ നിക്ഷേപകരോ കൈരളിയുടെ സുഹൃത്തുക്കളോ ഒരിക്കലും വേവലാതിപ്പെടേണ്ടയോ ആശങ്കപ്പെടേണ്ടയോ കാര്യമില്ല. കൈരളി എന്നും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളെന്നും കൈരളിയോടൊപ്പമാണ്.
വളരെ നന്ദി ശ്രീ മമ്മൂട്ടി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീ ടി.ആർ. അജയൻ, ഒട്ടേറെ പുതിയ പരിപാടികൾ അതുപോലെ തന്നെ ഒട്ടേറെ പുതിയ ചേരുവകൾ ആണ് മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും അതിന്റെ എല്ലാം ഉള്ളടക്കത്തിൽ ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് ദൃശ്യമാകുന്നത്. ഏതാണ്ട് എല്ലാം ഒരേ തരത്തിലുള്ള വിഭവങ്ങൾ എന്ന് തന്നെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും. അത്തരത്തിൽ നോക്കുമ്പോൾ ഏത് തരത്തിലുള്ള പുതിയൊരു മാറ്റത്തിലായിരിക്കും പ്രോഗ്രാം ലെവലിൽ കൈരളി ഇനി ലക്ഷ്യം വെക്കുക? കൈരളി വളരെ വ്യതിരിക്തമായ പ്രോഗ്രാംസ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ. അത്തരത്തിലുള്ള പ്രോഗ്രാംസിന് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് കേരളത്തിന്റെ സംസ്കാരത്തിന് എങ്ങനെ യോജിച്ചതാവും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രോഗ്രാമിലും പ്രൊഡക്ഷനിലും ഒക്കെ ന്യൂസിലുമൊക്കെ അനുവർത്തിക്കാവുന്ന ഏറ്റവും കാലോചിതമായ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ. അത് വെച്ചുകൊണ്ട് മാർക്കറ്റിംഗിൽ ഒരു പുതിയ കടന്നുകയറ്റം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനകത്ത് 100 കോടി രൂപയാണ് ഈ വർഷത്തെ നമ്മളെ ടാർഗറ്റായിട്ട് വെച്ചിട്ടുള്ളത്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള പുതിയ പ്രോഗ്രാംസും അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷനും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ഒരുപക്ഷെ ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കൾ കൈരളിയെ ഒരുപക്ഷെ വളരെ നിർണായകമായ ഘട്ടത്തിലാണ് അതിന്റെ നായക സ്ഥാനം ഏറ്റെടുക്കുന്നത്. അതിന്റെ ആദ്യഘട്ട പ്രവർത്തകരായി ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഏതാണ്ട് 30 കോടിയോളം രൂപ ബാധ്യതയുള്ള ഒരു പ്രസ്ഥാനത്തെയാണ് താങ്കൾ നായക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ അത് ഏതാണ്ട് 70 കോടിയോളം രൂപ അറ്റാദായമുള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ 20 കോടിയോളം രൂപ അറ്റാദായം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മൊത്തം 70 കോടി രൂപയുടെ വരുമാനം ആസ്തി ഉള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ മാർക്കറ്റിംഗ് രംഗത്താണ് ദൃശ്യമാധ്യമ രംഗത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡയറക്ട് ബോർഡ് കഴിഞ്ഞ കാലങ്ങളിൽ ചുമതലപ്പെടുത്തിയ മാർക്കറ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ടി.ആർ. അജയന്റെ പ്രവർത്തനത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനം. എനിക്ക് തോന്നുന്നു നമ്മുടെ ചെയർമാൻ ശ്രീ മമ്മൂട്ടി തന്നെ വ്യക്തമായിട്ടും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് കൈരളിയുടെ ഭാഗമെന്ന നിലയ്ക്ക് തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ടി.ആർ. അജയൻ. മാർക്കറ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഒരു ദേശീയ ശരാശരി ഒരു 10-12% വളർച്ചാ നിരക്കാണ് വിപണനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൈരളിയുടെ കാര്യത്തിൽ 30-40% അത്ഭുതമായ റെക്കോർഡാണ്. ഒരുപക്ഷെ ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളുടെ ആകത്തുക കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കണം സ്വാഭാവികമായിട്ടും ഈ പദവിയിലേക്ക്, ഈ ഒരു ഉന്നത പദവിയിലേക്ക് അദ്ദേഹത്തെ ഡയറക്ടർ ബോർഡ് പരിഗണിച്ചത്. എന്തുകൊണ്ടും ഈ ഒരു പദവിക്ക് 100% അർഹനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ കൈരളി സുരക്ഷിതമാണ്. മമ്മൂട്ടിയെ പോലുള്ള നമ്മുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂട്ടിയെ പോലുള്ള മഹാനടന്റെ ഒരു കാർമ്മികത്വത്തിൽ കൈരളിക്ക് മുമ്പോട്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ. ഒറ്റ വാചകം മാത്രം ഒരുപക്ഷെ പ്രകാശ് നേരത്തെ ചോദിച്ചതൊരു ബാക്കിയായിട്ട്, ഒരു സ്ഥാപനത്തിൽ നിന്ന് സൗഹാർദ്ദപരമായി ആരോഗ്യപരമായി ഒരു ഇടവേളയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ അതിൽ പോലും വളരെ വിഷലിപ്തമായ അല്ലെങ്കിൽ മലീമസമായ രാഷ്ട്രീയം കടത്തുന്ന രീതി അനാരോഗ്യകരമാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യതയെ അത് ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു സമർപ്പണം മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ. എന്തായാലും കൈരളി MD എന്ന നിലയിൽ എനിക്ക് നിർലോഭമായിട്ടുള്ള പിന്തുണ അർപ്പിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ ഈ നിലയിലാക്കിയ കൈരളി നിക്ഷേപകർക്കും പ്രേക്ഷകർക്കും അഭികാംക്ഷികൾക്കും ഈ ഒരു അവസരം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ശ്രീ ജോൺ ബ്രിട്ടാസ്, താങ്കളെ സ്നേഹിച്ച അതല്ലെങ്കിൽ താങ്കളോട് താല്പര്യമുണ്ടായിരുന്ന ആരാധകർ, അതല്ലെങ്കിൽ പ്രേക്ഷകർ, അതല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ, ഇവരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇനി ജോൺ ബ്രിട്ടാസ് എന്ത് ചെയ്യുന്നു എന്നാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ദൃശ്യമാധ്യമ രംഗത്തായാലും അതിനു മുമ്പ് പ്രിന്റ് മാധ്യമത്തിലായാലും വളരെ സജീവമായി സാന്നിധ്യമായിരുന്ന ജോൺ ബ്രിട്ടാസ്, ആ ജോൺ ബ്രിട്ടാസ് ഇനി ഒരു പക്ഷേ വനവാസം സാധ്യമല്ല എന്ന് പ്രേക്ഷകരും അല്ലെങ്കിൽ ആരാധകരും എല്ലാം തന്നെ അങ്ങനെ വിലയിരുത്തുന്നുണ്ടാവും. എന്താണ് ജോൺ ബ്രിട്ടാസിന്റെ അടുത്ത പരിപാടി എന്നതാണ് ഏറ്റവും കൗതുകപൂർവ്വം പ്രേക്ഷകരും മലയാളിയും നോക്കിക്കാണുന്നത്? ചെയർമാൻ വളരെ വ്യക്തമായി പറഞ്ഞു, അതായത് ജോൺ ബ്രിട്ടാസ് എങ്ങോട്ടും പോകുന്നില്ല. അതിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിലാണ്. അതായത് ജോൺ ബ്രിട്ടാസിന്റെ മനസ്സിന്റെ അറകളിൽ ഒരു ഭാഗം എപ്പോഴും കൈരളിക്ക് വേണ്ടി നിക്ഷേപിക്കപ്പെട്ടു അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഒരു കാര്യം പറയാം, ബ്രിട്ടാസ് എന്നുള്ള ഒരു എളിയ മാധ്യമ പ്രവർത്തകൻ, മാധ്യമ സംഘാടകൻ, ഒരു മീഡിയ പ്രൊഫഷണൽ ഈ രംഗത്ത് തന്നെ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പ്രേക്ഷകർക്ക് തന്നെ പിന്നീട് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷേ കൈരളിയെ
വിട്ടിട്ട് പോകുന്നതല്ല, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഇടവേള മാത്രമാണ്. പുതിയ ആളുകൾക്കും ആശയങ്ങൾക്കും വേണ്ടി എപ്പോഴും മുൻനിരയിലുള്ളവർ വഴിമാറണം. മാറ്റം എപ്പോഴും നല്ലതാണ്. മാറ്റമാണ് ഒരു അനിവാര്യത. അനിവാര്യമായ മാറ്റമാണ് എന്ന് താങ്കൾ സൂചിപ്പിക്കുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നു. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സ്വാധീനമുള്ള, ജനങ്ങളുടെ സംസ്കാരത്തെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ തന്നെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പങ്കാളിത്തം കൂടി വിലയിരുത്തപ്പെട്ടുകൊണ്ടാവാം. ഒരാഴ്ചക്കകം തന്നെ നിരവധി വാർത്തകളാണ് താങ്കളുടെ തിരിഞ്ഞുപോക്കുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങളായി പ്രചരിച്ചത്. പ്രയാസം ഒരു കണക്കിനത് കൈരളിക്കും എനിക്കുള്ള അംഗീകാരമായിട്ട് വേണേ കാണാം. എന്താ കാരണം വെച്ചാൽ കേരളത്തിൽ എന്തുകൊണ്ടാണ് മറ്റ് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മമ്മൂക്ക പറഞ്ഞ പോലെ മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തത്? അത് കൈരളിയുടെ വളരെ സചേതനമായിട്ടുള്ള ഒരു ഫലത്തെ, സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദീർഘകാലം കൈരളിയുടെ ഒപ്പമുണ്ടായിരുന്ന എനിക്ക് പ്രേക്ഷകർ അല്ലെങ്കിൽ സാധാരണക്കാർ നൽകുന്ന ഒരു അംഗീകാരത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഒരു കാര്യം ചെയർമാൻ വ്യക്തമാക്കി, വാർത്തകളുടെ സ്വഭാവം വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വാർത്തകളിൽ ചില വൈരുദ്ധ്യങ്ങളും കൂടി മനസ്സിലാക്കണം. അതായത് ജോൺ ബ്രിട്ടാസ് പടിയിറങ്ങുന്നു, ജോൺ ബ്രിട്ടാസ് പോകാൻ ചില കാരണങ്ങളുണ്ട്, ബ്രിട്ടാസിന് പുറകെ മമ്മൂട്ടി പോകുന്നു, ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം വന്നു. ഇന്ന് നമ്മുടെ പരിപാടിയിൽ മമ്മൂക്ക എന്താണ് പറഞ്ഞത്? അതായത് കൈരളി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, അദ്ദേഹം എന്നും ഇതിന്റെ കൂടെ ഉണ്ടാകും. അപ്പം സ്വാഭാവികമായിട്ട് വന്ന വാർത്തകളൊക്കെ ഒരു എന്താ പറയാ, ഒരു സോപ്പ് കുമിള പോലെ പൊട്ടുകയാണ്. പിന്നെ വാർത്തകൾ എഴുതാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. വാർത്തകൾ ശരിയാണെന്ന് ശഠിക്കാനുള്ളവരുടെ അധികാരത്തെ മാത്രമേ, അവകാശത്തെ മാത്രമേ നമുക്കിപ്പോൾ ചോദ്യം ചെയ്യേണ്ടതുള്ളൂ. ഒരുപക്ഷെ ഇപ്പോഴും വളരെ സമർത്ഥമായി തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത്. നിരവധി ടെലിവിഷൻ പരിപാടികളിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും അതുപോലെ തന്നെ ഉത്തരങ്ങൾ ഉള്ളിൽ നിന്നും പറിച്ചെടുക്കുന്നതിനും ഉള്ള അദ്ദേഹത്തിന്റെ കൗശലം. ഒരുപക്ഷെ ഇപ്പോഴും ആ ചോദ്യം ഒരു സസ്പെൻസ് ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മറുപടി നൽകുന്നത്. ശ്രീ ടി.ആർ. അജയൻ, ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഒരുപക്ഷെ കൈരളിയുടെ വരുംകാല പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം അത്തരത്തിലുള്ള ഊഹാപോഹങ്ങളിൽ ഇത് തകരുകയായിരുന്നെങ്കിൽ ഇത് തകരേണ്ട കാലം എന്നോ ഉണ്ടായിരുന്നു. ഇതിന്റെ ആരംഭകാലത്ത് തന്നെ ഇത്തരം ഊഹാപോഹങ്ങളിലൂടെയാണ് ഇത് വളർന്നു വന്നത്. അതിനെ ശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ടാണ് കൈരളി വളർന്നത്. 3 ചാനലുകൾ ഉണ്ടായത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമവുമായിട്ട് നമ്മൾ മാറിയത്. അതുകൊണ്ട് തന്നെ ഈ ഊഹാപോഹങ്ങളൊന്നും ഒരിക്കലും കൈരളിയെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ജോൺ ബ്രിട്ടാസ്, ഒരുപക്ഷെ കൈരളിയിൽ ഉണ്ടായിരുന്ന താങ്കളുടെ അനുഭവം ഒരുപക്ഷെ ഒരു തുറന്ന പുസ്തകം തന്നെയായിരുന്നു. താങ്കൾ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങൾ, ഒപ്പം തന്നെ താങ്കൾ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, താങ്കളുടെ റിപ്പോർട്ടിംഗ് എല്ലാം തന്നെ ഒരു വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു. ഇത്തരത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങൾ വിവാദമായിട്ടുള്ള അഭിമുഖങ്ങളുണ്ട്. അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം ഈ ഒരു അവസരത്തിൽ ഇത്ര വലിയൊരു പ്രസ്ഥാനമായി ഇത് മാറിയതിനു ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? വലിയ ഒരു വിസ്മയത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം വെച്ചാൽ ഈ വിസ്മയം കൈരളിയെ കാണുമ്പോൾ മാത്രമല്ല, ഞാൻ എന്നെ കാണുമ്പോൾ എനിക്കൊരു വിസ്മയമുണ്ട്. 10 വർഷം മുമ്പ് കൈരളിയുടെ ഭാഗമായി ഡൽഹിയിലെ ഒരു സാധാരണ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് ഞാൻ കൈരളിയുടെ ഭാഗമായി ചേരുന്നത്. ആ ഒരു സാധാരണ മാധ്യമ റിപ്പോർട്ടറെ കൈരളിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പ്രതിഷ്ഠിക്കാനുള്ള, അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി ഇതിന്റെ പ്രൊമോട്ടർമാരും ഡയറക്ടർ ബോർഡും കാണിച്ച ഒരു ധൈര്യം എനിക്ക് ഒരുപക്ഷെ മറ്റേതെങ്കിലും കമ്പനിയിൽ അത്തരത്തിലുള്ള ധൈര്യം അവർ കാണിക്കുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരിക്കലും അതുപോലുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അപൂർവതകളിൽ ഒന്നായിരിക്കാം ഇതുപോലുള്ള എന്താ പറയാ സ്ഥാനപ്രതിഷ്ഠകൾ. അതുകൊണ്ട് തന്നെ എന്നെ ഞാനാക്കിയ കൈരളിയോട് എനിക്ക് അകമഴിഞ്ഞ നന്ദി കൊണ്ട് അതിന്റെ ഒരു പ്രതിക്രിയ എന്ന നിലയ്ക്ക് എന്നെ കഴിയാവുന്ന സംഭാവനകൾ ഞാൻ കൈരളിക്ക് ചെയ്തിട്ടുണ്ട്. കൈരളിയുടെ വളർച്ച ഒരുപക്ഷെ അദ്ദേഹം ശ്രീ ടി.ആർ. രാജൻ അർത്ഥവത്തായി പറഞ്ഞു കഴിഞ്ഞു. ഒരു ചാനലായി തുടങ്ങി, 2 ചാനലായി, 3 ചാനലായി, വാടകക്കെട്ടിരുന്ന് സ്വന്തമായിട്ടുള്ള ആസ്ഥാന മന്ദിരത്തിലേക്ക് മാറി, ആധുനികവൽക്കരണമായി, ലോകമെമ്പാടും കൈരളി വിതരണം ചെയ്യപ്പെട്ടു. ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതവും നൽകുന്നു. നല്ലൊരു സമ്പൂർണ്ണ വിജയമായ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം നികത്തി സമ്പൂർണ്ണ വിജയം എന്നുള്ള ഒരു പദവിയിലേക്ക്, ഇതൊക്കെ ഒരു 5-6-7 വർഷം കൊണ്ട് സംഭവിച്ച ഒരു വിസ്മയമാണ്. ഇത്രയും കരുത്തുള്ള ഒരു വളർച്ചാ നിരക്ക് ഒരുപക്ഷെ ഇന്ത്യയിലെ അപൂർവങ്ങളായിട്ടുള്ള മാധ്യമങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഒരു കൂട്ടായ ഒരു നേതൃത്വത്തിന്റെ പരിണതഫലം എന്ന നിലയ്ക്ക് കൂടിയുള്ള ഒരു വളർച്ചയാണ്. ഈ വളർച്ച
മുമ്പോട്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ. ഒരിക്കലും ഒരു ഇടർച്ചയോ തളർച്ചയോ ഉണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ കൈരളിയുടെ അടിത്തറ അത്ര സുശക്തമാണ്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഒരു പക്ഷേ താങ്കൾ സൂചിപ്പിച്ച ഈ ഇത്രയേറെ വിപുലമായ അടിത്തറയുള്ള ഇത്രയേറെ താല്പര്യങ്ങളുള്ള മലയാളിക്ക് താല്പര്യമുള്ള ഒരു ദൃശ്യമാധ്യമം അതിന് വളർച്ചയ്ക്കും ഭാഷാതലത്തിലുള്ള പരിമിതികൾ ഉണ്ട്. ദൃശ്യമാധ്യമങ്ങൾ ഒട്ടനവധി ദൃശ്യമാധ്യമങ്ങൾ വരാൻ പോകുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ദൃശ്യമാധ്യമ രംഗത്ത് ഇനി ഒരു വലിയ ഒരു വഴിത്തിരിവിലാണ് സാധ്യതയുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു ആഗോള മാധ്യമ മുതലാളികൾ അടക്കം ലക്ഷ്യമിടുന്ന ഒരു മേഖലയായി മലയാള മാധ്യമ രംഗം മാറുന്നു. അത്തരത്തിൽ മലയാള മാധ്യമ രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന വഴിത്തിരിവുകൾ ഒരു മുതിർന്ന മാധ്യമ എന്ന രീതിയിൽ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? വളരെ സജീവമായിട്ടുള്ള ഒരു മേഖലയാണ് മാധ്യമ മേഖല. ഇപ്പം എനിക്ക് തോന്നുന്നു സമയക്കുറവ് നമുക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു പെട്ടെന്ന് ക്വിക്കായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ IPL സമയത്ത് 10 സെക്കൻഡ് പരസ്യത്തിന് സോണി ചാർജ് ചെയ്തത് 4 ലക്ഷം രൂപയാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നെറ്റിച്ചു വിളിച്ചു 4 ലക്ഷം രൂപ 10 സെക്കൻഡ് പരസ്യത്തിന്. നമ്മുടെയൊക്കെ പ്രാദേശിക ചാനലുകളിൽ ശരാശരി 10 സെക്കൻഡിന്റെ നിരക്കുന്നുള്ളത് ഒരു 4000 മുതൽ 10000 രൂപ വരെ ആയിരിക്കുമ്പോഴാണ് 4 ലക്ഷം രൂപ. ഇക്കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇൻഡോ ശ്രീലങ്കൻ മത്സരത്തിൽ ഈ 4 ലക്ഷത്തിന് പകരം 25 ലക്ഷം രൂപയായിരുന്നു 10 സെക്കൻഡിന്റെ പരസ്യ നിരക്ക്. ഇതൊക്കെ ഈ മേഖലയിൽ നടക്കുന്ന സംഭവവികാസങ്ങളിലെ ചെറിയ ഒരു ഉദാഹരണം മാത്രമാണ്. പ്രകാശൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കേരളത്തിന്റെ മാധ്യമ മേഖലയിലേക്ക് ഇനിയും ചാനലുകൾ വരും. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കൈരളി വന്ന ശേഷം എത്രയോ ചാനലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ചാനലുകൾ വന്നുകൊണ്ട് കൈരളിക്ക് എന്തെങ്കിലും ഇടർച്ച സംഭവിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമുക്ക് കൂടുതൽ കരുത്ത് പകരാൻ മാത്രമാണ് ഈ മത്സരവും അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പറ്റീഷനും സഹായകരമായത്. കൈരളി വന്ന ശേഷം ഒരു 3-4 ചാനലുകൾ വന്നിട്ടുണ്ട്. പക്ഷെ കൈരളിയുടെ വളർച്ചാ നിരക്ക് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഇത്രയും മത്സരം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതിലൊരു ആശങ്കയുടെ സംഭവമില്ല. ഏത് മത്സരത്തെയും നേരിടാൻ വേണ്ടി ഉള്ള ഒരു എന്താ പറയുന്ന സജ്ജത, അതിനുള്ള പ്രാഗൽഭ്യം, അതിനുള്ള കഴിവ്, അതിനുള്ള അടിത്തറ കൈരളിക്കുണ്ട്. അതുകൊണ്ട് ഒരു ചാനൽ വരുന്നു, അതുകൊണ്ട് ഉടനെ പായിക്കേണ്ട കാര്യമേ ഇല്ല. മലയാള ദൃശ്യ മാധ്യമ രംഗം വൻ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് പുതിയ അമരക്കാരനായി TR അജയൻ സ്ഥാനമേൽക്കുന്നത്. സ്ഥാനമൊഴിഞ്ഞ ജോൺ ബ്രിട്ടാസ് തന്റെ അനുഭവങ്ങളും പുതിയ ദൗത്യം ഏറ്റെടുത്ത TR അജയൻ തന്റെ കർമ്മ പരിപാടികളുമാണ് ഇവിടെ പങ്കുവച്ചത്. ഇന്നത്തെ വാർത്ത സമാപിക്കുന്നു. ഇരുവർക്കും നന്ദി.